തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് സി പി ജോൺ. സി പി ജോണിൻ്റെ ഒപ്പോസിഷനിൽ മത്സരിക്കുന്ന രണ്ട് പേർക്കും അവിടെ ഒരു പക്ഷേ അവർ കരമന ജയനും സുധീർ കരമനയാണ്. പക്ഷേ അതിനേക്കാൾ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായി UDF വിജയിച്ച് വരേണ്ടയും നിയമസഭയിലെത്തേണ്ടയും ചെയ്യേണ്ട ഒരാൾ എന്നുള്ളൊരു ഇമേജും കൂടി സി പി ജോൺ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻ്റണി രാജുവിനുണ്ടായ ഒരു ആൻറ്റി ഇൻകംബൻസിയും ഒരു പക്ഷേ സി പി ജോണിന് ഹെൽപ്പ് ചെയ്യും. ഫൈനലി എനിക്ക് സി പി ജോണിന് തിരുവനന്തപുരം കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തീരുമാനമാണ്. കാരണം സി പി ജോണ് സാധാരണ മത്സരിക്കാറുള്ളത് ഒരു വിജയസാധ്യതയില്ലാത്ത കുന്നംകുളം പോലെയുള്ള ഒക്കെ മണ്ഡലത്തിൽ പോയിട്ട് മത്സരിച്ച് തോൽക്കാൻ വിധിക്കപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള UDF പല അർത്ഥത്തിലും ഇൻ്റലക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു പക്ഷേ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മിനിസ്ട്രിയിൽ ഒരു നല്ല അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് സി പി ജോണിനെ തോന്നുന്നത്. അർത്ഥത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും, എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.